കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സരോജം, സാധാരണ യുവ കാര്യങ്ങൾക്ക് സാന്ദ്രമാടെ വരാറ്. ഇതിപ്പം രാജാറാം സാർ നേരിട്ട് വന്ന സ്ഥിതിക്ക് സീരിയസ് ആയ എന്തോ പ്രശ്നമാണ്. പ്രശ്നോ? എന്ത് പ്രശ്നം? നമ്മുടെ മോക്കെ ഒരു നല്ല കാര്യത്തിനല്ലേ. അതിന്റെ ഇടയിൽ ഇനി നിങ്ങളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. മര്യാദയ്ക്ക് ആ ചായ എടുത്ത് കുടിക്കാൻ നോക്കും മനുഷ്യ. നിർത്തിക്കോ. ഇവിടെ നിർത്തിക്കോ. എന്താ ഇവിടെ? ഇവിടെയാ എനിക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലം. ഇവിടെയോ? ആ, ഇവിടെ. നമുക്ക് ഏതെങ്കിലും മാളിൽ പോയാ പോരെ? മോളിലോ? ആകാശത്തോ? ആകാശത്തല്ല, ഷോപ്പിംഗ് മാൾ. കുറച്ചുകൂടെ നല്ല സ്ഥലം. അവിടെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടും. ഇവിടെ വന്ന് വാങ്ങാനാണെങ്കിൽ നമ്മൾ വരേണ്ട കാര്യമില്ലല്ലോ. യമുനയും സുകന്യ വിട്ടാ പോരായിരുന്നോ? അങ്ങനെ ആരെയും വിടുന്നില്ല. ഇത് എന്റെ ഇഷ്ടം. രവിവർമ്മന്റെ ഭാര്യയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പൊ ഭർത്താവായ താങ്കൾക്ക് എന്റെ കൂടെ വരാൻ പറ്റോ ഇല്ലയോ? വരും, വരണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ശരി. ആണല്ലോ. എന്താ വണ്ടി എടുത്തോ? വാങ്ങാനുള്ള സാധനമൊക്കെ ശ്രീലക്ഷ്മി വാങ്ങി വന്നാൽ മതി. അയ്യടാ, അതിന് എന്റെ പൈസ വേണ്ടേ? പൈസ ഞാൻ തരാം. അത് വേണ്ട, കൂടെ വന്നാ മതി. അഭിപ്രായം ചോദിക്കുമ്പോഴേ ഉത്തരം പറയുന്ന ഒരാള് വേണ്ടേ? ഓക്കെ, നല്ലോ. ഇത് കൊള്ളാല്ലേ? കൊള്ളാം, എടുത്തോ. ഇതെത്രയാ? 50 രൂപ. 50 രൂപ. 50. താങ്ക് യു. പോം. ഇത് എത്രയാട്ടാ? 150 രൂപ. ഓ, 150. ഇത് എത്രയാട്ടാ? അത് 100 രൂപ. 100?
ചേട്ടാ ഇത് എത്രയാ? അത് 150. ആ. ശ്ശോ, 150. വേണ്ട. ബസ്. ഓ സോറി കേട്ടോ. ചേട്ടാ സാർ എന്താ പറഞ്ഞു? സാർ ഈ മാസത്തെ വിസിറ്റേഴ്സ് ലിസ്റ്റ് ആണ്. സാർ ചോദിച്ചോ എന്ന് പറഞ്ഞു. ആ അവിടെ വെച്ചോളൂ. ശരി സാർ. ആ ഹലോ ആണോ? ആ ഓക്കെ. അപർണ, ആ എന്നെ കാണാൻ ഒരാൾ റിസപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്ന് കൂട്ടിക്കൊണ്ടുവരൂ. ഷുവർ സാർ. ഇതൊന്ന് എടുത്തരോ? ഓ ഇതാണോ? എത്രയായി? 300. ദാ. ഓ ഓ സാർ. നമസ്കാരം സാർ. അപർണ വെക്കോളൂ. ഓക്കെ സാർ. ആ പിന്നെ ഞാൻ ഈ ക്യാബിനുണ്ടെന്ന് തൽക്കാലം ആരും അറിയണ്ട. ശരി സാർ. സാർ, ഈ 2 ഫിംഗർ പ്രിന്റുകളും ഒന്നാണോ എന്നൊന്ന് അറിയണം. ബേബി സാറിന്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാ. അതാണ് സാറിനെ. ഏയ് നോ പ്രോബ്ലം. ഇത് തന്നെയല്ലേ എൻ്റെ ജോലി.
എല്ലാ സാധനങ്ങൾക്കും ഒടുക്കത്തെ വിലയാ. പിരിയമുളക് 320, മുളക് 300, ജയ 44, സവാള 52, ശർക്കര 60. എന്താ വില ഇതിനൊക്കെ? വേണ്ട. സോറി കേട്ടോ. അത് കുഴപ്പമില്ല. കണ്ണാ, കണ്ണാ, നീ പോയോ? ഇതിലുണ്ട് എല്ലാവർക്കും അറിയേണ്ട സത്യവും ഞങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷയും. എന്താ വേണം? ചട്ടി വേണം. ഇതിന്ന് മതി. വേറെ ഉണ്ട് വേണം ഇവിടെ. സാർ, ഞാൻ ഈ ചട്ടി വാങ്ങിച്ചോട്ടെ? വാങ്ങിച്ചോ. രവി സാറല്ലേ? ഹായ്. സാറിനെ പോലുള്ളവരൊക്കെ ഇതുപോലത്തെ കടകളിലൊക്കെ വരുമോ? വലിയ വലിയ കടകളിലൊക്കെ അല്ലേ പോകുന്നേ? അങ്ങനൊന്നുമില്ല. സാറിന്റെ പോകുന്ന ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഓ, ഓക്കെ. താങ്ക് യു സാർ. വരൂ മേഡം. സാറേ, ആ കാശൊന്നും കൊടുത്ത് ഞാനിപ്പോ വരാം. എത്രയും? ഹലോ, ഒന്ന് തന്നെ. കൊള്ളാല്ലേ? ആര്? ആ കടയിൽ നിന്ന് കറുത്ത കണ്ണട വെച്ച ചേട്ടൻ. എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ല. അയ്യോടാ പാവം. എങ്കിലേ ഞാൻ ശ്രദ്ധിച്ചു. അതിന് ഞാനെന്ത് വേണം? എന്ത് വേണമെന്നോ? ഞാൻ ശ്രദ്ധിച്ചതേ അയാളെ അല്ല, നിന്നെയാ. എന്തായിരുന്നു ഒരു നോട്ടം? നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ടത് തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടും അല്ല. എടി പെണ്ണുങ്ങളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ കണ്ടാലേ ഉടലോടെ വിഴുങ്ങാൻ ശ്രമിക്കരുത്. കണ്ടോ, നീ വിഴുങ്ങാൻ ശ്രമിച്ച ആ സുന്ദരൻ എന്റെ കഴുത്ത് കെട്ടിത്തന്ന താലിയാ ഇത്. ഓ, അതായത് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് അർത്ഥം. ഇപ്പോ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കെട്ടിയൊരുങ്ങിയ ആണുങ്ങളെ വലവീശി പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ.
ആളും തര നോക്കില്ലേ വല പൊട്ടിപ്പോവും. പോ അവളുടെ ഒരു തനിക്കൂടെ പരിചയക്കാരൊക്കെ ഉണ്ടോ? ആരായിരുന്നത്? മുൻപരിചയമൊന്നുമില്ല, ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടതാ. നല്ല കുട്ടിയാ. അല്ല, ഈ യാത്ര എവിടെ അവസാനിക്കുക? ഒന്നും പറയണ്ട സാറേ, സുഗമമായ ദാമ്പത്യ ജീവിതത്തിന് ചില യാത്രകൾ ചെയ്തല്ലേ പറ്റൂ. എന്ന് പറഞ്ഞാ? ഒന്നുമില്ല സാർ, പോവാം. ഓ, എന്നാ പോയി സാധനം എടുത്തുണ്ടോ? പോവാം. സർ, പോകുന്ന വഴിയിലെ പൂക്കടയിലൊന്ന് കാരണം. ഓ, ഇതെന്തൊരു ഭാരാ സാർ, ഇതൊന്ന് പിടിച്ചേ. ഞാനോ? ആ പിടിക്കേ. ഓ. ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു. രാജാറാം സാർ, ചില വേരിയേഷൻസ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രിക്ഷൻ സ്കിന്നിൻ്റെ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് സം എക്യുപ്മെൻറ്റ്സ്. അതിന് ഈ ഫിംഗർ പ്രിൻറ്റ്സ് എനിക്ക് ലാബിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം. എനിക്കൊരു 2 ദിവസത്തെ സമയം വേണം. ഓക്കെ, ബട്ട് റിസൾട്ടിൽ ഫോൾട്ടൊന്നും ഉണ്ടാവരുത്. ഒരിക്കലുമില്ല സാർ. സർ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്. ടേക്ക് കെയർ. ഓഫ് കോഴ്സ്, ഷുവർ സാർ. താങ്ക് യു. ശരി. അല്ല, ഈ ഡോർ ലോക്ക് ചെയ്യുന്ന എന്തിനാ? ടെറസിലല്ലേ കിടക്കുന്ന? അല്ല, ഇന്ന് മുതല് ഇവിടെയാ നമ്മള് കിടക്കുന്നത്. മോളില് ഭയങ്കര മഞ്ഞ. അല്ലെങ്കിൽ തന്നെ ഭാര്യയും ഭർത്താവും റൂമിലല്ലേ കിടക്കണ്ടേ? ടെറസിലാണോ? അല്ല, ഈ AC പ്രശ്നമാണെന്ന് അന്ന് പറഞ്ഞു. ആ തണുപ്പ് ഞാനങ്ങ് സഹിച്ചു. ശ്രീലക്ഷ്മി കിടന്നു. ആ കിടക്കാൻ പോവാ. സാറ് കിടക്കുന്നില്ലേ? ഞാനിവിടെ തറയിൽ കിടന്നോളാം. എന്തിന്? സാർ എന്റെ അടുത്ത് കിടന്നാ മതി. ഒരേ കട്ടിലോ? അതെ. സാറിനത് എന്ത് പറ്റി? നാളെ വിനായക ചതുർത്ഥിയാ. നാളെ വ്രതം പിടിക്കണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീലക്ഷ്മിയെ പിരിഞ്ഞ് കുറെ നാളായിട്ട് കഴിയല്ലേ. അപ്പോ ഒന്നുമില്ല. നാളെ വ്രതായതുകൊണ്ട് എന്തെങ്കിലും സമ്മാനം തരാണെങ്കിൽ ഇപ്പൊ തരാൻ പറയായിരുന്നു. എന്ത് സമ്മാനം തരാൻ?